ഗൈസ്, ഞാൻ മേഴ്സി മാത്യു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാം കൂടെ കൂടി ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുവാണ്. ഇതാണ് പാർക്കിൻ്റെ പേര്. അപ്പോൾ ഹൂസ്റ്റൺ സൂ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് സൂവിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. കർമ്മൻ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പാർക്കും പിന്നെ വാട്ടർ ബോൾസ് ഉണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഞങ്ങൾ പോകുന്നതാണ്. ഹലോ ഗൈസ്, ഈ സ്റ്റാച്യു ആണ് ജോർജ് ഹെർമന്റെ സ്റ്റാച്യു. ഇയാളുടെ പേരിലാണ് ഈ ഹെർമൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉള്ളത്. ഇയാൾ ജനിച്ചത് 1843-ലും മരിച്ചത് 1914-ലാണ് മരിച്ചത്. ജോർജ് ഹെർമൻ. ഈ ഹെർമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ഗാർഡനാണ് ഈ കാണുന്നത്. നോക്ക് ഗൈസ്, നല്ല ഭംഗിയുള്ള പൂക്കള് നോക്കിക്കാൻ, നല്ല റെഡ് കളറിൽ നല്ല രസമില്ല കാണാൻ. ഇത് ഇവിടെ വിസ്താരമായിട്ട് ഇങ്ങനെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അതുപോലെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രീനറിയാണ് ഇവിടെ കാണാനായിട്ട്. നമുക്ക് വന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റിയ ടൈം പാസിനുള്ളൊരു നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഒരു ഏരിയ മാത്രമാണ്. അപ്പം ഞങ്ങൾ കൂടുതലായിട്ട് നമുക്ക് പാർക്കിലോട്ട് ഇൻസൈഡിലോട്ട് കാണാം. ഈ കാണുന്ന മരങ്ങൾ കണ്ട തണൽ വൃക്ഷമായിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ 100 വർഷത്തിന് മേലെ പഴക്കമുള്ള മരങ്ങളാണ്. ഇപ്പോഴും നല്ല ഗ്രീനറി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, നിറച്ചു ഇലകളൊക്കെ ആയിട്ട്. ഈ മരങ്ങളൊക്കെ കണ്ട നിൽക്കുന്നത് പാമ്പൊക്കെ വളഞ്ഞ് കയറിയേക്കുന്ന മാതിരിയുണ്ട്. അതിൻ്റെ ചില്ലകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെയിലാണെങ്കിൽ പോലും ഈ പാർക്കിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കൂളാണ്. ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല. കാരണം ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു എയർ കണ്ടീഷൻ ഇട്ട പോലത്തെ ഒരു കൂളിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിൽ വരുന്നത്. ഇതിനു മുമ്പൊക്കെ പല പ്രാവശ്യം വരണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടാറില്ല. മോളുടെ ഗ്രാജുവേഷനും കൂടെ കഴിഞ്ഞത് കൊണ്ട് മോളും ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇന്ന് ഈ പാർക്കും അതുപോലെ വാട്ടർ ബോൾസും ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി ഞങ്ങൾ വാട്ടർ ബോൾസും ഒക്കെ കണ്ടു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഉള്ളത് പാർക്കിലാണ്. നിങ്ങളെ കൂടുതലായിട്ട് ഞാനിത് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ മടുത്തിരിക്കുവാണ്. ഈ മരത്തിന്റെ ചുവട്ടിൽ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ രീതിയിൽ ഇവര് തടിയും കൊണ്ട് നമുക്ക് സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിന് ചുറ്റുമുണ്ട് സ്ഥലം നമുക്ക് ഇരിക്കാന്. പിന്നെ കസേരയും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കൂട്ടുകാരുടെ ഒക്കെ കൂടെ വന്നാലും നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് നല്ലൊരു പ്രദേശമാണ്. പിന്നെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ഗ്രീനറിയാണ്. നിങ്ങളൊക്കെ കാണാം വീഡിയോയിൽ കൂടെ. ഹലോ ഗൈസ്, ഈ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഗൈസ്? ഇത് അമേരിക്കയിൽ ഉടനീളം നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഹൂസ്റ്റണിൽ എവിടെ പോയാലും ഈ ചെടി കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു 8-10 കളർ വെറൈറ്റി കളറുകൾ നമുക്ക് കാണാം. എസ്പെഷ്യലി റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പർപ്പിൾ കളർ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കളറുകൾ നമുക്കെല്ലാം തന്നെ കളർ. ഇതിപ്പം കാണിക്കുന്നത് പിങ്ക് കളറാണ്. നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാനായിട്ട്? ഇതല്ല, ചില ആൾക്കാരുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇത് നട്ട് വെക്കാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പടം. ഇതിലൊരു കായും കായ്ക്കും പൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ കായ്ച്ചു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. നോക്ക്, ഇതിങ്ങനെ വീണതിൻ്റെ നിരത്ത് കാണാനും നോക്ക് ഗൈസ്, നല്ല ഭംഗിയല്ലേ അല്ലേ? ഇത് എല്ലാവരുടെയും തന്നെ വീട്ടിൽ നട്ട് വെക്കുന്ന ഒരു ചെടിയാണ്. ഞാൻ എൻ്റെ വീട്ടിലും ഒരെണ്ണം നട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ഈ എട്ടുകാലി വല പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ കാണാം ആ മരത്തെ കൂടെ. അത് എന്തിനാണെന്നറിയില്ല. സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അണ്ണാൻ ഇവിടെ കൈ കൂപ്പി നിൽക്കുന്നു ഗായ്സ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവന് കുടിക്കാൻ പറ്റിയ വെള്ളമൊന്നും എൻ്റെ കയ്യിലില്ല. വെള്ളം ഉണ്ടെങ്കിൽ അവൻ വാങ്ങിച്ച് കുടിക്കുന്നതാണ്. ഇതാണ് നോക്കുക, അമേരിക്കയിൽ എത്ര അനുസരണയുള്ള അണ്ണാനാണ്. നമ്മുടെ നാട്ടിലെ പോലെ കാണുമ്പോൾ ഓടത്തൊന്നുമില്ല. ഓ, കൈകൊണ്ട് തിന്നുന്നത് നോക്കൂ ഗൈസ്. അണ്ണാൻ നല്ല ഭംഗിയുണ്ടോ തിന്നുന്ന കാണാൻ.
ഗായ്സ്, ഇപ്പൊ നമ്മൾ പോകുന്നത് ജപ്പാനീസ് ഗാർഡനിലേക്കാണ്. ഇത് ജപ്പാനിൽ കാണുന്ന ചെടികളും മരങ്ങളും അവിടെയുള്ള കെട്ടിടങ്ങളും ഒക്കെയാണ് നമുക്ക് അകത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ജപ്പാനീസ് ഗാർഡൻ എന്ന പേര് പറയുന്നത്. ഓക്കെ ഗൈസ്, ഈ കാണുന്നതാണ് ജപ്പാനിലെ കാണുന്ന വീടിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ വീട്. അപ്പം ഇത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് അവർ മോഡലിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ജപ്പാൻ ഗാർഡൻ എല്ലാം കണ്ടു കഴിഞ്ഞു. കുളത്തിലെ മീനും ആമയുടെയും അതുപോലെ താറാവിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം സമയം പോയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.